എല്ലാ പ്രിയ കൂട്ടുകാർക്കും കേരള PSC കോർണറിൻ്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ മെയിൻ ക്ലാസ്സാണ്. അതിലെ വന നിയമങ്ങൾ കേരള PSC ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ക്ലാസ്സുകളാണ്. ക്ലാസ്സിലേക്ക് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് 1960 മൃഗങ്ങളോടുള്ള ക്രൂരതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 11. പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് 1960 മൃഗങ്ങളോടുള്ള ക്രൂരതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 11. പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് 1960 മൃഗങ്ങളെ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 14. പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് 1960 മൃഗങ്ങളെ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 14. പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് 1960 മൃഗങ്ങളോടുള്ള ക്രൂരതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 11. സെക്ഷൻ 11 മൃഗങ്ങളോടുള്ള ക്രൂരതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് 1960 സെക്ഷൻ 14 പ്രതിപാദിക്കുന്നത് മൃഗങ്ങളെ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളെക്കുറിച്ച്. കേരളത്തിലെ പുതുക്കിയ നാട്ടാന പരിപാലന ചട്ടം നിലവിൽ വന്ന വർഷം 2012. കേരളത്തിലെ പുതുക്കിയ നാട്ടാന പരിപാലന ചട്ടം നിലവിൽ വന്ന വർഷം 2012. 2012 കേരള നാട്ടാന പരിപാലന ചട്ടം ഏത് നിയമപ്രകാരമാണ് നിലവിൽ വന്നത്? വന്യജീവി സംരക്ഷണ നിയമം 1972. 2012 കേരള നാട്ടാന പരിപാലന ചട്ടം ഏത് നിയമപ്രകാരമാണ് നിലവിൽ വന്നത്? വന്യജീവി സംരക്ഷണ നിയമം 1972. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് കേരള നാട്ടാന പരിപാലന ചട്ടം നിലവിൽ വന്നത്? സെക്ഷൻ 64 രണ്ടാം ഉപവകുപ്പ്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് കേരള നാട്ടാന പരിപാലന ചട്ടം നിലവിൽ വന്നത്? സെക്ഷൻ 64 രണ്ടാം ഉപവകുപ്പ്. കേരളത്തിലെ പുതുക്കിയ നാട്ടാന പരിപാലന ചട്ടം നിലവിൽ വന്ന വർഷം 2012. 2012 പുതുക്കിയ നാട്ടാന പരിപാലന ചട്ടം കേരളത്തിൽ നിലവിൽ വന്നത്. 2012 കേരള നാട്ടാന പരിപാലന ചട്ടം ഏത് നിയമപ്രകാരമാണ് നിലവിൽ വന്നത്? 1972 വന്യജീവി സംരക്ഷണ നിയമം. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ എത്രാമത്തെ സെക്ഷൻ പ്രകാരമാണ് കേരള നാട്ടാന പരിപാലന ചട്ടം നിലവിൽ വന്നത്? സെക്ഷൻ 64 രണ്ടാം ഉപവകുപ്പ്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ സെക്ഷൻ 64 രണ്ടാം ഉപവകുപ്പ് പ്രകാരമാണ് കേരള നാട്ടാന പരിപാലന ചട്ടം നിലവിൽ വന്നത്. കേരള നാട്ടാന പരിപാലന ചട്ടപ്രകാരം നാട്ടാനയുടെ കൊമ്പ് മുറിക്കുന്നതിന് അനുമതിക്കായി ഉടമ അപേക്ഷ നൽകേണ്ടത് ആർക്ക്? ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. കേരള നാട്ടാന പരിപാലന ചട്ടപ്രകാരം നാട്ടാനയുടെ കൊമ്പ് മുറിക്കുന്നതിന് അനുമതിക്കായി ഉടമ അപേക്ഷ നൽകേണ്ടത് ആർക്കാണ്? ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് കേരള നാട്ടാന പരിപാലന ചട്ടപ്രകാരം നാട്ടാനയുടെ കൊമ്പ് മുറിക്കുന്നതിന് അനുമതിക്കായി ഉടമ അപേക്ഷ നൽകേണ്ടത്. കേരള നാട്ടാന പരിപാലന ചട്ടപ്രകാരം അനുമതി ലഭിച്ചാൽ നാട്ടാനയുടെ കൊമ്പ് മുറിക്കുന്നത് ആരുടെ സാന്നിധ്യത്തിലാണ്? റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസറുടെ സാന്നിധ്യത്തിൽ. കേരള നാട്ടാന പരിപാലന ചട്ടപ്രകാരം അനുമതി ലഭിച്ചാൽ നാട്ടാനയുടെ കൊമ്പ് മുറിക്കുന്നത് ആരുടെ സാന്നിധ്യത്തിലാണ്?
റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസറുടെ സാന്നിധ്യത്തിൽ. കേരള നാട്ടാന പരിപാലന ചട്ടപ്രകാരം അനുമതി ലഭിച്ചാൽ നാട്ടാനയുടെ കൊമ്പ് മുറിക്കുന്നത് ആരുടെ സാന്നിധ്യത്തിലാണ്? റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസറുടെ സാന്നിധ്യത്തിൽ. നാട്ടാനകളോടുള്ള ക്രൂരത സംബന്ധിച്ച വിഷയങ്ങൾ പരിഹരിക്കുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള ജില്ലാതല സമിതിയുടെ ചെയർമാൻ ആര്? ജില്ലാ കളക്ടർ. നാട്ടാനകളോടുള്ള ക്രൂരത സംബന്ധിച്ച വിഷയങ്ങൾ പരിഹരിക്കുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള ജില്ലാതല സമിതിയുടെ ചെയർമാൻ ആര്? ജില്ലാ കളക്ടർ. നാട്ടാനകളോടുള്ള ക്രൂരത സംബന്ധിച്ച വിഷയങ്ങൾ പരിഹരിക്കുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള ജില്ലാതല സമിതിയുടെ കൺവീനർ ആര്? ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. നാട്ടാനകളോടുള്ള ക്രൂരത സംബന്ധിച്ച വിഷയങ്ങൾ പരിഹരിക്കുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള ജില്ലാതല സമിതിയുടെ കൺവീനർ ആര്? ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. നാട്ടാനകളോടുള്ള ക്രൂരത സംബന്ധിച്ച വിഷയങ്ങൾ പരിഹരിക്കുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള ജില്ലാതല സമിതിയുടെ ചെയർമാൻ ജില്ലാ കളക്ടറും കൺവീനർ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ. കേരള നാട്ടാന പരിപാലന ചട്ടപ്രകാരം നാട്ടാനകളുടെ വിരമിക്കൽ പ്രായം എത്ര? 65. കേരള നാട്ടാന പരിപാലന ചട്ടപ്രകാരം നാട്ടാനകളുടെ വിരമിക്കൽ പ്രായം എത്ര? 65. നാട്ടാന ചെരിഞ്ഞാൽ സംസ്കാര നടപടികൾക്കായി ഉടമ ആർക്കാണ് അപേക്ഷ നൽകേണ്ടത്? ബന്ധപ്പെട്ട ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ മുമ്പാകെ. നാട്ടാന ചെരിഞ്ഞാൽ സംസ്കാര നടപടികൾക്കായി ഉടമ ആർക്കാണ് അപേക്ഷ നൽകേണ്ടത്? ബന്ധപ്പെട്ട ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ മുമ്പാകെ. വന അവകാശ നിയമം എന്നറിയപ്പെടുന്ന നിയമം ഏത്? ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡില്ലേഴ്സ് ആക്ട് 2006. വന അവകാശ നിയമം എന്നറിയപ്പെടുന്ന നിയമം ഏത്? ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡില്ലേഴ്സ് ആക്ട് 2006. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പാസാക്കിയ വർഷം 2002. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പാസാക്കിയ വർഷം 2002. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പാസാക്കിയ വർഷം 2002. ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി രൂപീകൃതമായത് ഏത് നിയമപ്രകാരമാണ്? ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പാസാക്കിയ വർഷം 2002. ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി രൂപീകൃതമായത് ഏത് നിയമപ്രകാരമാണ്? ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002. ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി രൂപീകൃതമായത് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002 പ്രകാരം. 2002 ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ടിൻ്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി രൂപീകൃതമായത്? സെക്ഷൻ 8. 2002 ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ടിൻ്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി രൂപീകൃതമായത്? സെക്ഷൻ 8. ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയുടെ ആസ്ഥാനം ചെന്നൈ. ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയുടെ ആസ്ഥാനം ചെന്നൈ. 2002 ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ടിൻ്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത്? സെക്ഷൻ 22. 2002 ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ടിൻ്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത്? സെക്ഷൻ 22. 2002 ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ്
ദേശീയ ജൈവവൈവിധ്യ ഗ്രാൻറ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 26. സെക്ഷൻ 26 ദേശീയ ജൈവവൈവിധ്യ ഗ്രാൻറ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. സെക്ഷൻ 22 സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് രൂപീകൃതമായതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 2002 ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ടിൻ്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത്? സെക്ഷൻ 22. 2002 ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ് ദേശീയ ജൈവ വൈവിധ്യ ഗ്രാൻറ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? സെക്ഷൻ 26. 2002 ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ടിലെ സെക്ഷൻ 26 പ്രതിപാദിക്കുന്നത് എന്താണ്? ദേശീയ ജൈവ വൈവിധ്യ ഗ്രാൻറ്റിനെക്കുറിച്ച്. 2002 ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ടിലെ സെക്ഷൻ 22 പ്രതിപാദിക്കുന്നത് എന്താണ്? സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായതിനെക്കുറിച്ച്. 2002 ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? സെക്ഷൻ 37. 2002 ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? സെക്ഷൻ 37. വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? 1972. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1972. ആക്ട് 53 ഓഫ് 1972 എന്നറിയപ്പെടുന്ന നിയമം ഏത്? വന്യജീവി സംരക്ഷണ നിയമം 1972. 2002 ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? സെക്ഷൻ 37. 2002 ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ടിൻ്റെ സെക്ഷൻ 37 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1972. 1972 വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നു. ആക്ട് 53 ഓഫ് 1972 എന്നറിയപ്പെടുന്ന നിയമമേത്? വന്യജീവി സംരക്ഷണ നിയമം 1972. ആക്ട് 53 ഓഫ് 1972 എന്നറിയപ്പെടുന്ന നിയമം ഏത്? വന്യജീവി സംരക്ഷണ നിയമം 1972. വന്യജീവി കുറ്റകൃത്യങ്ങളിൽ സെർച്ചും അറസ്റ്റും നടത്തുന്നതിന് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്ന വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പ്? സെക്ഷൻ 50. ഈ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. വന്യജീവി കുറ്റകൃത്യങ്ങളിൽ സെർച്ചും അറസ്റ്റും നടത്തുന്നതിന് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്ന വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പ്? സെക്ഷൻ 50. വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 50 വകുപ്പ് എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? വന്യജീവി കുറ്റകൃത്യങ്ങൾ സെർച്ചും അറസ്റ്റും നടത്തുന്നതിന് ഉദ്യോഗാർത്ഥികൾക്ക് അധികാരം നൽകുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. വന്യജീവി കുറ്റകൃത്യങ്ങളിൽ സെർച്ചും അറസ്റ്റും നടത്തുന്നതിന് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്ന വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ 50. വന്യജീവി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പ്? സെക്ഷൻ 51. വന്യജീവി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വന്യജീവി സംരക്ഷണ വകുപ്പ് നിയമത്തിലെ വകുപ്പ്? സെക്ഷൻ 51. സെക്ഷൻ 50 വന്യജീവി കുറ്റകൃത്യങ്ങളിൽ സെർച്ചും അറസ്റ്റും നടത്തുന്നതിന് ഉദ്യോഗസ്ഥർക്കുള്ള അധികാരം?
സെക്ഷൻ 51 വന്യജീവി കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർക്കുള്ള ശിക്ഷ. അപ്പോൾ സെക്ഷൻ 50 കൃത്യമായി പഠിക്കണം. സെക്ഷൻ 50 വന്യജീവി കുറ്റകൃത്യങ്ങളിൽ സെർച്ചും അറസ്റ്റും നടത്തുന്നതിന് ഉദ്യോഗസ്ഥർക്കുള്ള അധികാരവും സെക്ഷൻ 51 അങ്ങനെ കുറ്റകൃത്യം ചെയ്യുന്നവരുടെ ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ദേശീയ ഉദ്യാനങ്ങളിലോ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളിലോ വേട്ടയാടുന്നതിന് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നൽകുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ 3 മുതൽ 7 വർഷം തടവും 10,000 രൂപയിൽ കുറയാത്ത പിഴയും. ദേശീയ ഉദ്യാനങ്ങളിലോ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളിലോ വേട്ടയാടുന്നതിന് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നൽകുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് 3 മുതൽ 7 വർഷം വരെ തടവും 10,000 രൂപയിൽ കുറയാത്ത പിഴയും. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഷെഡ്യൂൾ 6 ഉൾപ്പെടുന്ന സസ്യങ്ങളെ പറയുന്ന പേരാണ് സ്പെസിഫൈഡ് പ്ലാന്റ്സ്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഷെഡ്യൂൾ 6 ഉൾപ്പെടുന്ന സസ്യങ്ങളെ പറയുന്ന പേരാണ് സ്പെസിഫൈഡ് പ്ലാന്റ്സ്. ദേശീയ ഉദ്യാനങ്ങളിലോ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളിലോ വേട്ടയാടുന്നതിന് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നൽകുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്താണ്? 3 മുതൽ 7 വർഷം തടവും 10,000 രൂപയിൽ കുറയാത്ത പിഴയും. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഷെഡ്യൂൾ 6 ഉൾപ്പെടുന്ന സസ്യങ്ങളെ പറയുന്ന പേര് സ്പെസിഫൈഡ് പ്ലാന്റ്സ്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഷെഡ്യൂൾ 6 ഉൾപ്പെടുന്ന സസ്യങ്ങളെ പറയുന്ന പേര് സ്പെസിഫൈഡ് പ്ലാന്റ്സ്. ഈ ക്ലാസ് ഇവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ് കാണുന്നവർക്ക് എല്ലാവർക്കും ശുഭദിനം. ക്ലാസ്സുകൾ നിങ്ങൾക്കെല്ലാവർക്കും വരുന്ന വീഡിയോകൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൺ ചെയ്ത് ഓൾ എന്ന പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.